Praise the Lord, Pastor. We are welcoming Johnson Prophet to this Supernatural Miracle Google Prayer meeting. English Shishal. Praise the Lord. Thank you for coming. Thank you for joining, Pastor. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ഈ മീറ്റിംഗിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ദേവദാസി ഇന്ദിരാ സിസ്റ്റർക്കും മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ ശ്രമിക്കുന്ന മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. നിങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനമായിട്ട് നിൽക്കുവാൻ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല പദവിക്കായി പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം നൽകിയത് ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. പ്രവർത്തനങ്ങളെ ദൈവം ആദരിക്കട്ടെ. യേശുവിലേക്ക് ആദായപ്പെടുത്തുന്ന ആ നല്ല പദവിയെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം വീണ്ടും ദൈവദാസിയെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസിക്ക് കൈത്താങ്ങൽ കൊടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നദ്ധരായിരിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോൺസൺ, ചെങ്ങന്നൂർ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പിറളശ്ശേരി സഭയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ചില കുടുംബങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധരായിരിക്കാം. നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്ക് ആധാരമായി നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കാം. ഒരാൾക്ക് വായിച്ച് സഹായിച്ചാൽ വളരെ ഉത്തമമായിരിക്കും. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നെഹമ്യ പുസ്തകം 2:20. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഈ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നദ്ധരായിരിക്കാം. ദൈവം നമ്മളെ ഇന്ന് നമ്മുടെ വിഷയത്തിന് മേൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതിന് വേണ്ടി, കാര്യത്തിന്റെ മേൽ ഇടപെടേണ്ടതിന് വേണ്ടി ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവസന്നദ്ധരായിരിക്കാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഈ നെഹമ്യാവിന്റെ പുസ്തകം ചരിത്ര പുസ്തകമാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവരണങ്ങൾ ലഭിക്കുന്ന പുസ്തകമാണ്. യെരൂശലേം ദൈവാലയം BC 606 അവിടെ മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത്. 1-2 കാര്യങ്ങൾ പഠിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി 1-2 കാര്യങ്ങൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുക. BC 606 നെബൂഖദ്നേസർ വന്ന് യെരൂശലേം ദേവാലയം തകർത്തത്. യെരൂശലേം ദേവാലയം തകർത്തിട്ട് യെരൂശലേം ദേവാലയം ഇടിച്ച് അതിനെ തീ വെച്ച് ചുട്ട് എന്നിട്ട് ആനയെ കൊണ്ട് ഉഴുതുമറിച്ച് അതിനകത്ത് അപകരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒരു ചരിത്രത്തെ അടുത്തതായിട്ട് ഈ ചരിത്രം മറ്റൊരു ചരിത്ര പുരുഷൻ വരണം. BC 606 നെബൂഖദ്നേസർ ഈ യെരൂശലേം ദേവാലയം ഇടിച്ചു കളഞ്ഞെങ്കിൽ, ഒരു രാജാവ് ഇടിച്ചു കളഞ്ഞെങ്കിൽ, ഇത് പണിയണമെങ്കിൽ മറ്റൊരു രാജാവ് പ്രത്യക്ഷപ്പെടണം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത, അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ, പ്രാർത്ഥിക്കുന്നവർ. പലതും നഷ്ടപ്പെട്ടു. ആരാധനാല നഷ്ടപ്പെട്ടു, യാഗങ്ങളും യോഗങ്ങളും നഷ്ടപ്പെട്ടു, പാപബലികളും പാപയാഗങ്ങളും നഷ്ടപ്പെട്ടു. എല്ലാം ക്രമം തെറ്റിയതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തെ ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ട്
ആരാധന മടക്കി കൊണ്ടുവരുവാൻ, ആത്മനിയോഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, സത്യപ്രവാചകന്മാരിലേക്ക് കൊണ്ടുവരുവാൻ, സത്യപുരോഹിതന്മാരിലേക്ക് കൊണ്ടുവരുവാൻ, യാഗബലികൾ നടക്കേണ്ടതിന് വേണ്ടി, യാഗങ്ങളും യോഗങ്ങളും പാവബലികളും പിന്നെ പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടതിന് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ജനത. ആ ജനതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് ഇസ്രായേൽ മക്കൾ. ആ ഭാഗം പറഞ്ഞ് ഞാൻ അവിടെ ക്ലോസ് ചെയ്യാം. ഇസ്രായേൽ മക്കളെ കുറിച്ച് ഞാൻ പ്രസ്താവിക്കുന്നില്ല. അങ്ങനെ മഹാകഷ്ടത്തിലും ദുഃഖത്തിലും കഴിയുന്ന അനുഭവങ്ങൾ. ആ സമയത്ത് നെബൂഖദ്നേസർ അനേകരെ വെട്ടിക്കൊന്നു, അനേകരെ പീഡിപ്പിച്ചു, അനേകരെ ബന്ദികളായി കൊണ്ടുപോയി. അങ്ങനെ ബന്ദികളായി കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ അവരെ വിറ്റു, പലരെയും അടിമകളായി വിറ്റു, പലരെയും ജോലിക്കെടുത്തു, ശമ്പളം കൊടുക്കാത്ത ജോലി ചെയ്യിച്ച് ശരീരം മുഴുവനും ക്ഷീണിച്ച് എല്ലും തോലുമായ ഒരു കൂട്ടം ആൾക്കാർ, അങ്ങനെയുള്ളവരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പ്രവൃത്തി ചെയ്യുന്ന നേതാക്കന്മാർ, രാജാക്കന്മാർ. അങ്ങനെയുള്ള കാലത്ത് കൃപയാൽ എന്ന് പറയാം ഒരു മനുഷ്യൻ അവൻ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യേണ്ടതിന് വേണ്ടി അവനെ ദൈവം നിയോഗിച്ചെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഭാഗം. അങ്ങനെ ദൈവ നിയോഗ പ്രകാരം അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ അവൻ രാജകൊട്ടാരത്തിൽ ജോലിക്ക് നിന്നു. അതാണ് നെഹമ്യാവ്. അവൻ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പിന്നെ നമ്മുടെ പ്രസംഗം ആരംഭിക്കാം. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ സുഖമായി ജീവിക്കേണ്ടവൻ, രാജകൊട്ടാരത്തിൽ സന്തോഷമായി ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ നെഹമ്യാവ് നോക്കുകയാണ്. അവിടെ ആ സംസ്ഥാനത്ത് നമ്മുടെ ജനം എങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചു നോക്കി നിന്നപ്പോൾ കുറച്ച് ആൾക്കാർ നടന്നു വരുന്നു. ആ ആൾക്കാരോട് ചോദിക്കുന്നു, ആ സംസ്ഥാനത്ത് നമ്മുടെ ജനം എങ്ങനുണ്ട്? ഇപ്പൊ അവര് പറയുക, മഹാ കഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നു നമ്മുടെ ജനം, മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ജനത്തെ ഒന്നുകൂടെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി, ഒന്നുകൂടെ പുനഃക്രമീകരണം ചെയ്യേണ്ടതിന് വേണ്ടി, ആലയങ്ങളും യാഗങ്ങളും യോഗങ്ങളും ഒക്കെ പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടതിന് വേണ്ടി കുറച്ച് നാൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. കുറച്ച് നാൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. പ്രാർത്ഥന സ്വർഗത്തിലെത്തി, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ വിശ്വസിച്ച് ഒരു രാജാവ് ഇടിച്ചു കളഞ്ഞ അതേ പണി അടുത്തൊരു രാജാവിനെ കൊണ്ട് ചെയ്യിക്കാൻ രണ്ട് രാജാക്കന്മാരുടെ നടുവിൽ യഥാർത്ഥ രാജാവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടെങ്കിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. നശിപ്പിച്ചതിനെയോ നശിച്ചതിനെയോ കഷ്ടതയുടെയോ പ്രയാസത്തിന്റെയോ ഭാരത്തിന്റെയോ ആ അനുഭവങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ അടുത്തതായി എനിക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ, എന്നെ ഒന്നുകൂടെ ഒന്ന് മനോഹരമാക്കി മാറ്റാൻ, എന്നെ ഒന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യേശുവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. ഞാൻ അത് വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. തടയാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രാർത്ഥന സ്വർഗത്തിൽ വിളങ്ങിയപ്പോൾ നെഹമ്യാവ് പറയുന്ന കാര്യമാണ്. അവിടെ വായിക്കുന്നു, സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ സാധിപ്പിക്കുമെന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം. രണ്ട്, നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ കാര്യം. മൂന്ന്, എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ. ഈ മൂന്ന് വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തൊട്ടുണർത്തേണ്ടതിന് വേണ്ടി പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടിരുന്നാലും. ഒന്ന്, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം. രണ്ട്, നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ കാര്യം. മൂന്ന്, ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യം. ഒന്ന്, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം. എന്താണ് കേട്ട വർത്തമാനം? അവിടെ 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെയാ: മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്ന ജനത്തെ ഉദ്ധരിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന നെഹമ്യാവേ, നീ കേട്ട വർത്തമാനം എന്താ? ആ വർത്തമാനം മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നു എന്നതാണ്. ഞാൻ കേട്ടെങ്കിൽ ഓർത്തു നോക്കിക്കേ. മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്ന വിഷയത്തെ ഒന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യാൻ ആരുമില്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗത്ര ദൈവമുണ്ട്. ആ ദൈവം പ്രവർത്തിക്കും. ഇന്ന് രാത്രി ഞാനും വിശ്വസിക്കുന്നു, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഒന്ന്, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം. ഇന്നലെ വരെ നമ്മളെ കുറിച്ച് പറഞ്ഞ അവഖ്യാതികളും നമ്മളെ ഒറ്റപ്പെടുത്തിയതും നമ്മളെ വേദനിപ്പിച്ചതും, നീ ശരിയല്ലെന്നും നിന്റെ പ്രവർത്തനം ശരിയല്ലെന്നും നീ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മുടെ മനസ്സിന്
കുത്തിക്കീറുന്നത് പോലെ സംസാരിച്ച വ്യക്തികളുടെ മുമ്പിൽ, അവയ്ക്കാതെ വിളിച്ചു പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം പറയുക, നീ കേട്ട വർത്തമാനത്തിന്റെ വിഷയത്തിന് മേൽ എന്റെ ദൈവം കാര്യം സാധിപ്പിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ നമ്മുടെ ശുശ്രൂഷപരമായ വിഷയത്തിന് മേൽ നീ കേട്ട അപമാനങ്ങൾ, നീ കേട്ട അപമാനങ്ങൾ, കുടുംബ വിഷയത്തിൽ നീ കേട്ട അപമാനങ്ങൾ, ആത്മീയ വിഷയത്തിൽ കേട്ട അപമാനങ്ങൾ, അതൊക്കെ ഇന്നലെ ഞാൻ കേട്ട വിഷയത്തിന്റെ ആ കാര്യത്തിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാനും വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസത്താൽ പറ, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം. നമ്മളെ കുറിച്ച് ലോകം പറഞ്ഞ ഒരുപാട് അപകീർത്തപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെ ഒരിക്കലും ലോകം നമ്മളെ ഉയർത്താനോ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ലോകം ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സ് ഇടിച്ചു കളഞ്ഞ് നമ്മൾ നിൽക്കുന്ന പന്ഥാവിൽ നിന്ന് നമ്മളെ തള്ളിക്കളയേണ്ടതിന് വേണ്ടി ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നല്ലതായിട്ട് പ്രസംഗിച്ചാലോ നല്ലതായിട്ട് ശുശ്രൂഷിച്ചാലോ ഒരു വ്യക്തിയെ പുതിയതായി ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാലോ ചിലർക്ക് ഇഷ്ടമില്ല. അവർ പറയും, നിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല, നിന്റെ ആത്മാവ് ശരിയല്ല എന്ന് പറഞ്ഞ് ദുർവർത്തമാനം പറയുമ്പോൾ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയാണ്, ദുർവർത്തമാനം നിമിത്തം ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അതുകൊണ്ട് ഒരു ഭക്തൻ പറയേണ്ട കാര്യം ഇതാണ്, ഇല്ല ഞാൻ പതറുകയില്ല, ഞാൻ യഹോവയിൽ ഉറച്ചിരിക്കും, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും. ഇന്ന് ഇപ്പോൾ ഈ കേൾക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം. എന്താ കേട്ട വർത്തമാനം? മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നു എന്ന് തോന്നിയ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. വിശ്വാസമുണ്ടോ? ദൈവം പ്രവർത്തിക്കും. ഏത് വിഷയമാണ് യേശു ഏറ്റെടുക്കേണ്ടത് എന്ന് യേശുവിനറിയാം. യഹോവേ, നീ പ്രാർത്ഥിച്ച വിഷയം യേശു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ അപമാനകരമായ വിഷയത്തിന്റെ മേൽ, നീ കേട്ട വർത്തമാനത്തിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വാസമുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും അത് യേശു ഏറ്റെടുക്കും. ഒരിക്കൽ യേശു ക്രിസ്തു മരിച്ച ലാസറിന്റെ കല്ലറയിലോട്ട് വരികയാണ്. ആ സംഭവം നമുക്കറിയാം. മരിച്ച ലാസറിന്റെ കല്ലറയിലോട്ട് വരുമ്പോ ലാസറിന്റെ സഹോദരിമാർ ഓടി വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ശ്രദ്ധിക്കണം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അപ്പോൾ എന്റെ ചിന്ത ഇതാണ്, ഈ ലാസർ മരിക്കാൻ ഉത്തരവാദി ആരാ? യേശുവ. അതുകൊണ്ടല്ലേ യേശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. അപ്പൊ ലാസർ എന്ന് പറയുന്ന സഹോദരൻ മരിക്കാൻ ഉത്തരവാദി യേശുവാണെന്ന് യേശുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ആ ചോദ്യത്തിന് യേശു പറയുക, ഞാൻ ആ ഉത്തരവാദിയെങ്കിൽ ഞാൻ ആ കാര്യം ഏറ്റെടുക്കാം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഓർക്കണം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിഷയമല്ല, ഐസിയുവിൽ കിടക്കുന്ന വിഷയമല്ല, മരിച്ച 4 ദിവസമായി ദുർഗന്ധം വമിക്കുന്ന വിഷയത്തിന് മേൽ ഏറ്റെടുക്കാൻ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ ഓർക്കണം, യേശു മുഖാന്തരമാ നീ അനുഭവിക്കുന്ന വിഷമങ്ങളും ഭാരങ്ങളും യേശു മുഖാന്തരമാണെങ്കിൽ ഇന്ന് ദൂത് വിളിച്ചു പറയുന്നു, യേശു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പൂർണ്ണതയുള്ള ഒരു ലാസറെ, നല്ലൊരു ലാസറെ, നല്ല മനോഹരമായ ലാസറിനെ ദൈവം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ വിശ്വാസത്താൽ പറ, എന്റെ ചില ഉത്തരവാദിത്തങ്ങൾ യേശു ഏറ്റെടുക്കുന്നു. നിന്റെ സഹോദരന്റെ വിഷയത്തിൽ യേശു ഏറ്റെടുക്കാൻ പോവുക. തലമുറയുടെ വിഷയങ്ങളെ യേശു ഏറ്റെടുക്കാൻ പോവുക. ചർച്ചയുടെ വിഷയത്തെ യേശു ഏറ്റെടുക്കാൻ പോവുക. പ്രവർത്തനത്തിന്റെ വിഷയങ്ങളെ മേൽ ഏറ്റെടുക്കാൻ പോവുക. വിശ്വസിച്ച് പറയണം, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ യേശു ഏറ്റെടുക്കുന്നത് പോലെ, യഹോവേ, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം എന്താ?
എന്താ ഞാൻ കേട്ട വർത്തമാനം എന്നറിയാമോ? ആ സംസ്ഥാനത്ത് ഞങ്ങളുടെ ആൾക്കാർ മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നു. ആ മഹാകഷ്ടവും അപമാനവും ഒന്ന് മാറ്റിത്തരാൻ ആരെങ്കിലും നേതാക്കന്മാരുണ്ടോ, ആരെങ്കിലും രാജാക്കന്മാരുണ്ടോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ചില ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെന്ന് അങ്ങനെയെങ്കിലും ഓർക്കണം. ഇന്ന് ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ചില വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങുക. ഈ രക്ഷയില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് നടുവിൽ എല്ലാം ചിന്ന ഭിന്നമായി പോയെന്ന് പറഞ്ഞ വിഷയത്തിന് നടുവിൽ, എല്ലാം അസ്തമിച്ചെന്ന് പറഞ്ഞ വിഷയത്തിന് നടുവിൽ, രക്ഷയില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് നടുവിൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടും. അത് സംഭവിക്കും. തടയാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ഒന്ന്, നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം. രണ്ട്, നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ കാര്യം. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ കാര്യം എന്താ? പ്രാർത്ഥിച്ച വിഷയം നെഹമ്യാവേ, നിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞ കാര്യങ്ങൾ രഹസ്യ പ്രാർത്ഥനയാ. രഹസ്യ പ്രാർത്ഥനയ്ക്ക് അതിന്റെ ശക്തിയുണ്ട്. രഹസ്യ പ്രാർത്ഥന സ്ഫോടകാൽപ ശക്തി പോലെ പൊട്ടിത്തെറിക്കും. അതിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല, ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് വിശ്വാസത്താൽ ഒന്ന് പറയാമോ, ഞാൻ എന്റെ രഹസ്യ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ എന്റെ ദൈവം ഇടപെടാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നു. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ യേശുക്രിസ്തു പ്രസ്താവിച്ചത് ഇങ്ങനെയാ: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അങ്ങനെയാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. ഉറങ്ങാതെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരുപാട് പ്രാർത്ഥനയെ കുറിച്ച് ബൈബിൾ പ്രഖ്യാപിക്കുന്നെങ്കിൽ, ഇവിടെ എന്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ കാര്യം എന്നാ? എന്താ നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ കാര്യം എന്നാ? എനിക്ക് വലിയ ബിൽഡിംഗ് വേണമെന്നല്ല, എനിക്ക് വലിയ വലിയ സൗധങ്ങൾ വേണമെന്നല്ല. ദൈവമേ, ഒരു വ്യക്തിയെങ്കിലും ദൈവസന്നിധിയിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ കൂടെ ഒരു ദിവസമെങ്കിലും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് ചില വ്യക്തികളെ നേടിയെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഈ ദിവസങ്ങൾ ദൈവം നൽകുന്നു. വിശ്വാസത്താൽ പറ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നരകം കാലിയാക്കണം. നരകം കാലിയാക്കണം. സ്വർഗം നിറയ്ക്കണം. സാത്താന്റെ തന്ത്രം എന്താണെന്നറിയാമോ? സ്വർഗം കാലിയാക്കി നരകം നിറയ്ക്കാൻ നോക്കുമ്പോ നമ്മളെ പ്രാർത്ഥിക്കണം, ദൈവമേ, ഒരു വ്യക്തിയെങ്കിൽ ദൈവസന്നിധി കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മശക്തിയോട് ഞാൻ പ്രാർത്ഥിക്കും. എന്താ അതിന്റെ ഗുണം? ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വിലയുള്ള മനുഷ്യന്റെ ആത്മാവിന്റെ വിലയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പ്രഖ്യാപിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൈവത്തിന്റെ ആത്മാവിന്റെ വില, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ഭൂലോകത്തേക്കാൾ വിലയുണ്ടെങ്കിൽ ആ വിലയുള്ള ആത്മാവിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ ആയിരിക്കണം. നീ നെഹമ്യാവേ, നീ പ്രാർത്ഥിച്ച കാര്യം എന്തുവാ? ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞങ്ങളുടെ അപമാനം മാറണം, ഞങ്ങളുടെ നിന്ദ മാറണം, ഞങ്ങളുടെ പരിഹാസം മാറണം. ഇന്ന് ഈ രാത്രി ഞാനും ദൂത് വിളിച്ചു പറയുക, വിശ്വാസത്താൽ ഏറ്റെടുത്തു പ്രഖ്യാപിക്കുന്നു, നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. പ്രാർത്ഥനയെ തടാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല, ഒരു ആഭിചാര ശക്തിക്ക് സാധിക്കത്തില്ല, ഒരു മന്ത്രവാദ ശക്തികൾക്ക് സാധിക്കത്തില്ല, ഒരു നേതാക്കന്മാർക്ക് സാധിക്കത്തില്ല, ഒരു അനാചാരികൾക്ക് സാധിക്കത്തില്ല. ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് മറുപടി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവവാനെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൂതനെ അയച്ചതുപോലെ, പത്രോസിനെ വിടുവിക്കാൻ ദൂതനെ അയച്ചതുപോലെ, ഇന്ന് രാത്രി വിശ്വാസത്താൽ പറ, നീ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ യേശുക്രിസ്തു ദൂതനെ അയക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് പകരത്തിന് ദൈവം ദൂതനെ അയക്കുന്നു എന്നൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് പകരത്തിന് ദൈവം ദൂതനെ അയക്കുന്നു ഒന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് പകരത്തിന് എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ ചെല്ലാൻ പറ്റാത്ത, എന്റെ കരങ്ങൾ എത്താൻ പറ്റാത്ത സ്ഥലത്ത്, എന്റെ കത്തുകൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത്, എന്റെ മെസ്സേജുകൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് ഇതാ എനിക്ക് പകരത്തിന് ദൈവത്തിന്റെ ദൂതനെ ഇറക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അവർക്ക് പകരമായി
എന്നെ ഇവിടത്തേക്ക് വിടുവെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് പകരം എന്നെ വിടുക ജോൺസ നീ പോ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പകരത്തിന് ദൈവത്തിന്റെ ദൂതനെ ഇറക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവ പ്രവൃത്തി നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന രഹസ്യ പ്രാർത്ഥനമേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. തടയാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ കേട്ട വർത്തമാനത്തിന്റെ കാര്യം, രണ്ടാം നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ കാര്യം, മൂന്നാമത്തെ വിഷയം എന്താണെന്നറിയാമോ? ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യം. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യം. ആ 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ദൈവം മനസ്സിൽ തോന്നിച്ച ഒരു കാര്യമുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നു, ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറയാതെ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആരോട് രഹസ്യം പറയാതെ പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിനെ കണ്ടോ? അങ്ങനെയെങ്കിൽ ഓർക്കണം, ഇന്ന് ഞാൻ ദൂത് വിളിച്ച് പറയാം, നിന്റെ രഹസ്യ പ്രാർത്ഥന ആരോടും പറയാതെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യം പ്രവർത്തിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, രഹസ്യമായി അവിടെ വായിക്കുന്നതിന് എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒന്ന് വിശ്വസിച്ച്, എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഇതിനകത്ത് ഞാൻ കോമൺ ആയിട്ടൊരു ദൂത് വിളിച്ചു പറയാം. നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരായി തീരണം. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരായി തീരണം. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു വലിയ കുഴപ്പമുണ്ട്, നമ്മളെപ്പോഴും ഓപ്പണാ, നമ്മളെല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നവരാ. പക്ഷെ ഇവിടെ പറയാൻ നെഹമ്യാവ് പോലും രഹസ്യങ്ങൾ സൂക്ഷിച്ചു. ദൈവത്തോട് പറഞ്ഞ രഹസ്യങ്ങൾ ദൈവ രഹസ്യ പ്രാർത്ഥനയായിട്ട് നെഹമ്യാവ് ചെയ്തത് കൊണ്ട് അവന്റെ മറുപടി ലഭിക്കുന്നത് വരെയും ആ വിഷയം ആരോടും പറഞ്ഞില്ല. അത് അവന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിലും ഓർത്ത് നോക്കിയേ, നമുക്കറിയാം ദാവീദും തന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 10:26 അവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. 1 ശമൂവേൽ 10:26 ആ വാക്യം ഒന്ന് വായിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി മാത്രം വായിക്കുകയാണ്. ശൗലും ഗിബെയയിലും തന്റെ വീട്ടിലേക്ക് പോയി ദൈവം മനസ്സിൽ തോന്നിച്ച ഒരു ആൾക്കൂട്ടവും അവനോട് കൂടെ പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരാൾക്കൂട്ടവും അവരോട് കൂടെ പോയി. സ്തോത്രം പറയാമോ? ഇവിടെ ഈ ഒരു മീറ്റിംഗിൽ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ വരാൻ കയറാമെന്നൊക്കെ നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ ദൈവം മനസ്സിൽ തോന്നിച്ച ചില വ്യക്തികളുണ്ട്, അവരെ കൊണ്ട് ചില കാര്യം ദൈവം ചെയ്യിക്കാൻ പോവുക. മനസ്സ് മടിക്കണ്ട, ഭാരപ്പെടണ്ട, വിഷമിക്കണ്ട. ഇന്നും വിളിച്ചു പറഞ്ഞതാണല്ലോ, ഇന്നലെയും വിളിച്ചു പറഞ്ഞതാണല്ലോ, രാവിലെയും വിളിച്ചു പറഞ്ഞതാണല്ലോ. എന്തുകൊണ്ട് എന്ന് വിചാരിച്ച് മനസ്സ് മടുക്കണ്ട. ദൈവം മനസ്സിൽ തോന്നിച്ച ചില ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് മാത്രമേ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ദേശം ഉറ്റുനോക്കാൻ പോയ 12 പേരുണ്ടായിട്ടും 10 പേരും മാറി നിന്ന് അതിവിധ അവയ്ക്കാതെ വിളിച്ചു പറഞ്ഞപ്പോൾ 2 പേരും മാത്രം വിശ്വാസത്താൽ പറഞ്ഞ് 2 പേരും മാത്രം ഉറച്ചു നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, നമുക്ക് ആ രാജ്യം വെട്ടിപ്പിടിക്കാൻ പറ്റും. നമ്മുടെയാണ് ആ രാജ്യം, നമ്മുടെയാണ് ആ ദേശം, നമ്മുടെയാണ് ഇന്ത്യ, നമ്മുടെയാണ് ലോകം മുഴുവനും. ഒരുപാട് രാജ്യങ്ങൾ കർത്താവിന്റെ വചനവുമായി പോകുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ പലരും പറയും, എങ്ങനെ പോകും, എങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ ദൈവാത്മ ഞാൻ ദൂത് വിളിച്ചു പറയുക, ദൈവം മനസ്സിൽ തോന്നിച്ച ചില വ്യക്തികളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആതുര സേവനമായി, മറ്റു ചില പ്രവർത്തനങ്ങളായി, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നവരായി, അതിലുപരിയായി നശിച്ചു പോകുന്ന, ആത്മഹത്യ ചെയ്യേണ്ടതിന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ട് നിൽക്കുന്ന, ഇനി ജീവിതം മടുത്തു, എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും തലവേദനയായി ഞാൻ ഇന്ന് ജീവിക്കുന്നില്ല, മരിച്ചാൽ മതി എന്ന് പറയുന്ന ചില ചെറുപ്പക്കാര് ദൈവസന്ധി കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്ക്. അവരെ കൊണ്ട് ദൈവം പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് മടുത്തു പോകരുത്. ദൈവാത്മദൂത് വിളിച്ചു പറയുക, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. അതുകൊണ്ട് വിശ്വാസപ്ര ദൈവദാസിയെ ഭയപ്പെട്ടു പോകരുത്, ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിന് പ്രഖ്യാപിക്കണം. എന്റെ മനസ്സിൽ എന്റെ ദൈവം തോന്നിച്ച ചില വ്യക്തികളെ കൊണ്ട് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നും ചിലരെ നേടുവാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിച്ച് ഉറച്ചു നിൽക്ക്. പതറിപ്പോകരുത്. ദൈവമഹത്വം കൂടെയുണ്ട്, അത് സംഭവിക്കും. തടയാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല.
അതുകൊണ്ട് വിശ്വാസത്താൽ പറ, ദൈവന്റെ മനസ്സിൽ തോന്നിച്ചതായി പ്ലാൻ. ഞാനൊരു ദൂത് വിളിച്ചു പറയാം, നമ്മുടെ ഈ ഗൂഗിൾ മീറ്റില് ഒരുപക്ഷെ 1000 പേര് കാണും, 150 പേര് കാണും. പക്ഷെ ഓർക്കണം, ആ 1000 പേർക്കോ 150 പേർക്കോ കൊടുക്കാത്ത ഒരു ദർശനമാണ് ദൈവദാസിക്ക് ദൈവം തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. എല്ലാവരും അതേ ദർശനത്തിൽ വരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നതാ. എല്ലാവരും ഒരുപോലെ അന്യഭാഷ പറയണമെന്നും, എല്ലാവരും ഒരുപോലെ പ്രസംഗിക്കണമെന്നും, എല്ലാവരും ഒരുപോലെ ദൂത് പറയണമെന്നും നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ കാര്യമുണ്ട്, നിന്നെ എന്നെ ദൈവം വ്യക്തിപരമായി വിളിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ഇന്ന് രാത്രിയിൽ ആത്മശക്തിയോടെ മുന്നേറിയാൽ നാളെയും ചിലരെ ദൈവസന്നിധി കൊണ്ടുവരുവാൻ, നശിച്ചു എന്ന് പറഞ്ഞ ചില ജീവിതത്തെ ഒന്നുകൂടെ ദൈവസന്നിധി കൊണ്ടുവരുവാൻ ദൈവം ബലം നൽകുന്നു. അത് ഇന്ത്യ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇന്ത്യ കൊണ്ട് ഒതുങ്ങുന്നതല്ല. ഇന്ത്യക്ക് വെളിയിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. അത് സംഭവിക്കാൻ പോകില്ല. നെഹമ്യാവിന് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം പറയുന്നു, ഇന്ന് ദൈവം മനസ്സിൽ തോന്നിച്ച കാര്യം ദൈവം ചെയ്യും. അടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. വിശ്വാസത്താൽ ഏറ്റെടുക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെതിരെ അതിനെതിരെ ഇല്ലാമയാൻ നോക്കുന്ന അന്ധകാര ശക്തികളും യേശുവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചാൽ അത് മാറി നിൽക്കും. ഒരു ദൂത് ഞാൻ പറയാം, ദൈവദാസയുടെ ദൂത് ഞാൻ വിളിച്ചു പറയാം. ഒരിക്കൽ മറിയയും കൂട്ടരും ഒരു ദൂതാണ്, അതുകൊണ്ടാണ് വിഷയത്തിൽ നിന്ന് മാറി നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുന്നത്. മറിയയും കൂട്ടരും യേശുവിന്റെ ശരീരം കാണേണ്ടതിന് വേണ്ടി അധികാലത്തെ ഒരുക്കിയെടുത്ത സുഗന്ധദ്രവ്യമായിട്ട് പോകുക. അങ്ങനെ പോകുമ്പോൾ അവരുടെ ചിന്താമണ്ഡലത്തിലുണ്ടായ ചിന്ത എങ്ങനെയാണ്? ഞങ്ങൾക്ക് വേണ്ടി ആരീ കല്ലുരുട്ടി മാറ്റും. ഒറ്റ ചിന്തയാ, ഞങ്ങൾക്ക് വേണ്ടി ആരീ കല്ലുരുട്ടി മാറ്റും. അങ്ങനെ ചിന്തിച്ചിട്ട് അവര് പുറമോട്ട് പോയില്ല, അവര് പിറകിലോട്ട് പോയില്ല, മുമ്പോട്ട് തന്നെ പോയി. പോകാൻ കാരണമുണ്ട്, അവരെ പറയാൻ കാരണമുണ്ട്, ഈ മറിയ പറയാൻ കാരണമുണ്ട്, മറിയം കൂട്ടരും പറയാൻ കാരണമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ആരീ കല്ലുരുട്ടി മാറ്റും. ഇനി എന്റെ ചിന്തയിലേക്ക് വരികയാണ്, ദൂതൊന്നു അരക്കിട്ട് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി, ഒരിക്കലും മറന്നു പോകാതിരിക്കേണ്ടതിന് വേണ്ടി എന്റെ ഒരു ഭാവന, എന്റെ ഒരു ചിന്തയിലേക്ക് ഞാൻ ഇവിടെ വരികയാണ്. കാരണം യേശുക്രിസ്തു എവിടെയുണ്ടോ, യേശുക്രിസ്തുവിന്റെ മീറ്റിംഗ് എവിടെ ഉണ്ടോ അവിടെ മറിയുണ്ട്. കാരണം ഈ യേശു ഇല്ലായിരുന്നെങ്കിൽ മറിയ ഇല്ല. ഈ മറിയക്കൊരു അഡ്രസ് കൊടുത്തത് യേശുവാണ്. മറിയക്കൊരു അഡ്രസ് കൊടുത്തത് യേശുവാണ്. യേശു ഇല്ലായിരുന്നെങ്കിൽ, യേശുവിന്റെ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ ഈ മറിയയ്ക്ക് അഡ്രസ് ഇല്ല. അവൾ ഇന്ന് മാനസിക രോഗിയായി, എന്ന് ശപിക്കപ്പെട്ടവളായി, ലോകത്തിന്റെ മുമ്പിൽ നികൃഷ്ട ജീവിയെ പോലെ ആയി മാറേണ്ട ഈ മറിയെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് യേശുക്രിസ്തുവിൽ കൂടെയുള്ള സൗഖ്യം വ്യാപിച്ച് ഒരു അഡ്രസ് കൊടുത്ത്, ഒരു അനുഗ്രഹം കൊടുത്ത്, വ്യക്തിപരമായ താലന്ത് കൊടുത്ത് മറിയെ മാറ്റിയത് യേശുവാ. അതുകൊണ്ട് യേശു ക്രിസ്തു എവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ടോ അവിടെ എല്ലാം ഈ മറിയുണ്ട്. അവസാനമായിട്ട് യേശുവിന്റെ മീറ്റിംഗ് കണ്ടത്, എന്റെ ഭാവനയാണ് ഇത്, യേശുവിന്റെ മീറ്റിംഗ് കണ്ടത് ലാസറിന്റെ കല്ലറയ്ക്കല. ലാസറിന്റെ കല്ലറയ്ക്കൽ പ്രത്യേകത എന്താ? ഒരുപാട് ആൾക്കാർ വന്നു, എന്നിട്ട് എല്ലാവരും വന്നു. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യമില്ലാത്തവരുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്, കല്ലുരുട്ടു മാറ്റുവീൻ. അങ്ങനെ അവിടുത്തെ ഈ പുരുഷ അയൽക്കൂട്ടംകാരെല്ലാം കൂടി ആ കല്ലുരുട്ടി മാറ്റി. ശ്രദ്ധിക്കണേ, എന്റെ ഭാവനയാണ്, ബൈബിൾ അങ്ങനെയൊന്നുമില്ല, എന്റെ ചിന്തയാ. അവിടുത്തെ പുരുഷ അയൽക്കൂട്ടംകാർ വന്ന് ഈ കല്ലുരുട്ടി മാറ്റി. യേശുക്രിസ്തു ഒറ്റ വിളി, ലാസർ പുറത്തു വന്നു, ലാസർ വിടുവിക്കപ്പെട്ടു പോയി. ഭയങ്കര സന്തോഷം. അന്ന് അവിടെ ആണെന്ന് നടക്കുന്നു, ആരാധന നടക്കുന്നു, അങ്ങനെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ചില മാസങ്ങളോ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് സ്വസ്ഥതയില്ല. യേശുവിനെ അടക്കി. ഈ സഹോദരിക്ക് സ്വസ്ഥതയില്ല, ഈ മറിയയ്ക്ക് സ്വസ്ഥതയില്ല. ആ മറിയയ്ക്ക് സ്വസ്ഥതയില്ല. കാരണം എന്നാ? യേശുവെ, അങ്ങ് ജീവിച്ചിരുന്നത് കൊണ്ടാണ് എനിക്കൊരു അഡ്രസ് ഉണ്ടായത്. അങ്ങ് ജീവിച്ചിരുന്നത് കൊണ്ടാണ് എനിക്കൊരു യോഗ്യത ഉണ്ടായത്. അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഒരു വലിയ വിഷമമുണ്ടായി. ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയാം, ദൈവദാസോട് ദൂത് വിളിച്ചു പറയാം, ആരുണ്ടോ ആരില്ലയോ നമ്മുടെ വിഷയമല്ല. ദൈവം നിനക്ക് അഡ്രസ് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ മടിക്കാതെ പ്രസ്താവിക്കാൻ തയ്യാറായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിൽ കൂടെ അനേകർ വിടുവിക്കപ്പെടാൻ സാധിക്കും. അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ട്
ഈ മറിയ യാത്ര ചെയ്യാ. കണ്ടോ, അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പലരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കേൾക്കണേ, ചില സഹോദരിമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ആ യാത്രയുടെ മധ്യത്തിൽ അവർക്കുണ്ടായ ചിന്തയാണ്, ഞങ്ങൾക്ക് വേണ്ടി ആരും കല്ലുരുട്ടി മാറ്റി. കാരണം എന്താ പറയാവോ, ഈ മറിയ വിചാരിച്ചു കല്ലിന്റെ മുമ്പിൽ യേശുവിനൊന്നും ചെയ്യാൻ പറ്റുക. ശ്രദ്ധിക്കണേ, ഈ കല്ലിന്റെ മുൻപിൽ യേശുവിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ലാസറിന്റെ കല്ലറയിലെ കല്ലുരുട്ടി മാറ്റാൻ യേശുവിന് പറ്റിയില്ലല്ലോ. യേശു അല്ലല്ലോ കല്ലുരുട്ടി മാറ്റിയത്. അതുകൊണ്ട് ഈ സഹോദരന്റെ ചിന്ത, കല്ലിന്റെ മുമ്പിൽ യേശുവിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ലാസറിന്റെ ശവകുടീരത്തിന് മുമ്പില് അതിനേക്കാൾ ഭീമമായ ഒരു വലിയ കല്ല് യേശുവിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചിന്ത, ലാസറിന്റെ കല്ലറയ്ക്കലെ കല്ലുരുട്ടി മാറ്റാൻ യേശുവിന് പറ്റിയില്ല. ഇനി യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ട്, അത് എങ്ങനെ മാറും? യേശുവിനെ എനിക്ക് കാണുകയും വേണം. യേശുവിന്റെ ശരീരത്തിൽ ഈ മനോഹരമായിരിക്കുന്ന ഈ സുഗന്ധതൈലം പൂശുകയും വേണം. അതുകൊണ്ട് എങ്ങനെ ആര് കല്ലുരുട്ട് മാറ്റുമെന്ന് വിചാരിച്ച് പുറമോട്ട് പോയില്ല. തൂതാണ്, ലാസറിന്റെ കല്ലറയ്ക്കലെ കല്ലുരുട്ടി മാറ്റാൻ പല കരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നീ പ്രതീക്ഷിച്ചു പോകുന്ന യേശുവിന്റെ കല്ലറയുടെ മുമ്പിലെ കല്ലുരുട്ടി മാറ്റാൻ ഒരു കരവും ഇല്ലാതെ, സ്തോത്രം പറയാമോ, ഒരു കരവും ഇല്ലാതെ, ആരും ആശ്രയമില്ലാതെ, ഒരു കരം പോലും ചലിക്കാതെ യേശുവിന്റെ ആത്മാവിന്റെ ശക്തി നേരിട്ടിറങ്ങി ആ കല്ലുരുട്ടി മാറ്റി മകളെ മകളെ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദമായി യേശു ജീവനുള്ളവരായി അവിടെ നിൽക്കുന്നെങ്കിൽ ഇന്നലെ രാത്രി ദൂത് വിളിച്ചു പറയാ, ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ എങ്ങനെ കല്ലുരുട്ടി മാറ്റും, എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെട്ട വിഷയങ്ങളുടെ മേൽ യേശു തന്നെ ആത്മശക്തിയോടെ യേശു തന്നെ കല്ലുരുട്ടി മാറ്റിയെങ്കിൽ ഒരു കരവും തൊടാതെ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അത് സംഭവിക്കും, ഇന്ന് തന്നെ സംഭവിക്കും. ഞാൻ ദൂത് വിളിച്ചു പറയുക, ഈ ചൊവ്വാഴ്ച സത്യമാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചക്കകം, സ്വത്രം പറയാമോ, അടുത്ത ചൊവ്വാഴ്ചക്കകം ഞാൻ ദയ്യാത്മ വിളിച്ചു പറയുക, ആത്മനിയോഗത്തോട് വിളിച്ചു പറയുക, അടുത്ത ചൊവ്വാഴ്ചക്കകം എന്റെ ചില വിഷയങ്ങളുടെ മേൽ, കട്ടി വെച്ച ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അത് സംഭവിക്കും. തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഇന്ന് ആത്മാവോട് പ്രഖ്യാപിക്ക്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്നിലുള്ളെങ്കിൽ ഇത് സാധിക്കത്തില്ല. പിശാചേ, നിനക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് വിശ്വാസത്താൽ പറ, എനിക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട. യേശു നിനക്ക് വേണ്ടി ഒരു കരവും ചലിക്കാതെ, വിശ്വസിക്കാൻ പറ്റുമോ, ഒരു കരവും ചലിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ പുറത്തു വന്നെങ്കിൽ വിശ്വസിച്ച് എനിക്ക് വേണ്ടി എന്റെ യേശു പ്രവർത്തിക്കാൻ പോവുക. വിശ്വാസത സ്വത്രം പറയാം. എത്ര പേര് ഏറ്റെടുക്കുന്നു? സ്വത്രം പറയണം. തളർന്നു പോകരുത്, ക്ഷമിച്ചു പോകരുത്. എനിക്ക് വേണ്ടി ആരെയും കല്ലുരുട്ടി മാറ്റും. നിനക്ക് വേണ്ടി യേശു ഒരു കരവും തൊടാതെ കല്ലുരുട്ടി മാറ്റാൻ കഴിവുള്ള ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോവുക. ഈ ചൊവ്വാഴ്ച സത്യമാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചക്കകം ചില വിടുതലിന്റെ സാക്ഷികൾ കേൾക്കാൻ പോകുക. ചില ആത്മീയ വിഷയങ്ങളുടെ മേലും ചില സാമ്പത്തിക വിഷയങ്ങളുടെ മേലും ദൈവം ചില ലീഗലായിട്ടുള്ള ദൈവമെന്തോ ദൂത് ഓർപ്പിക്കുന്നു, ചില ലീഗലായിട്ടുള്ള വിഷയത്തിന്റെ മേൽ അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അത് സംഭവിക്കാൻ പോവുക. ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ദൈവമഹത്വം വെളിപ്പെടാൻ പോവുക. അത് സംഭവിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എനിക്ക് വേണ്ടി ആരെയും കല്ലുരുട്ടി മാറ്റി വന്ന് ഇനിയും ഭാരപ്പെടണ്ട. ഇത് കല്ലുരുണ്ട് മാറിയതായിട്ട് അവിടെ കണ്ടെന്ന വിശ്വസിക്കാൻ പറ്റുമോ? കല്ലുരുണ്ട് മാറിയതായി കണ്ടെങ്കിൽ വിശ്വസിച്ച് പറഞ്ഞറിയാമോ, എന്റെ ദൈവന്റെ മനസ്സിൽ തോന്നിച്ച കാര്യം, പ്രിയ ദൈവദാസി, പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവ മനസ്സ് തോന്നിച്ച ഐഡിയുണ്ട്. ആ ഐഡിയ തെറ്റിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഐഡിയ തെറ്റിക്കാൻ ഒരു ശക്തി. ഉദാഹരണം, വിഷയത്തിൽ നിന്ന് മാറിയാണ് ഉദാഹരണം ബൈബിൾ. ഇസ്രായേൽ ജനമേ മിസ്രൈമിൽ നിന്ന് വിടിവിക്കപ്പെട്ട് കനാൻ ദേശത്തേക്ക് പോവുകയാണല്ലോ. കനാൻ ദേശത്തേക്ക് പോകുമ്പോ ഒരു കുറുക്ക് വഴിയുണ്ട്, എളുപ്പവഴി. ആ എളുപ്പവഴി പ്രകാരം അവർക്ക് കനാൻ ദേശത്തേക്ക് പോകാം. അത് പോകണമെങ്കിൽ അത് മോവാബിന്റെ സൈഡിൽ കൂടെ, അങ്ങനെ അവിടെ വായിക്കുന്നത്, മോവാബിന്റെ സൈഡിൽ കൂടെ. മോവാബിലെ രാജാവായിരിക്കുന്ന ബാലാക്ക് അത് സമ്മതിക്കത്തില്ല. ബാലാക്ക് പറഞ്ഞ എന്നാ, നിങ്ങളെ ഇതിലെ വിടത്തില്ല, നിങ്ങൾ ഇതിലെ പോയാൽ ഞങ്ങളുടെ കുടിയിരിപ്പ് ശക്തികളും
ദൈവങ്ങളും അന്തശക്തികളും ഞങ്ങൾ ആരാധിക്കുന്നതൊക്കെ പലതും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇതിലെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഈ പറയുന്ന അന്നത്തെ മോവാബിലെ രാജാവ് അവൻ കുതന്ത്രം ഒരുക്കിയിട്ട് നിങ്ങളെ ഇതിലെ വിടത്തില്ല. എന്നിട്ട് ബാലാക്ക് പറഞ്ഞ് വിടത്തില്ലെന്ന് പറഞ്ഞിട്ടും ഓർക്കണം, യോശുവയുടെ നേതൃത്വത്തിൽ ജനത്തെ കൊണ്ടുവരിക. നമ്മൾ സത്യം നോക്കിക്ക് അങ്ങനെ കൊണ്ടുവരും. ഇവിടെ വായിക്കുന്നേനെയാ അവിടെ കൊണ്ടുവരാതിരിക്കാൻ തടയാൻ പല തന്ത്രങ്ങളും ആരൊരുക്കുന്നറിയാവോ? ഈ ബാലാക്കൊരുക്കി ഒടുവിൽ തന്ത്രമൊന്നും ഏൽക്കുന്നില്ലെന്ന് ഒരു കള്ളപ്രവാചകനെ ഇറക്കി. അവിടെ അങ്ങനെ വായിച്ച പ്രവാചകനെ ഇറക്കി. ആ പ്രവാചകന്റെ പേര് ബലയാമെന്ന് ആ പറഞ്ഞു, പ്രവാചക ഞാൻ നിനക്ക് പാരിതോഷ്യം തരാം, എത്ര സമ്മാനം വേണം, എന്താ സമ്മാനം, അത് നീ ചോദിച്ചതൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞ് സമ്മാന പൊതികൾ ആഗ്രഹിച്ച് വേണ്ടേ ഇതിൽ ശപിക്കണം, അത് മാത്രം ചെയ്താൽ മതി. ഓർക്കണം, അവിടെ വായിക്കുന്ന എങ്ങനെയാ? നമ്മള് ആ മോവാബിലെ ആ സംഭവങ്ങൾ സംഖ്യ നമ്മൾ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകും. ഞാനിപ്പോ നമുക്ക് അതോ മുതിരുന്നില്ല എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നമുക്കറിയാമല്ലോ വിഷയം. ഈ ഇസ്രായേലിന്റെ വരുമ്പോൾ ഈ ബാലാക്ക് ബിലയാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലെ വരുന്ന ജനം, അതിലെ വരുന്ന അവിടെ വന്നൊന്ന് ശപിക്കണം. നമ്മുടെ ഐഡിയ, നമ്മളെ കുറിച്ചുള്ള പിശാചിന്റെ ഐഡിയ ദൈവം തെറ്റിക്കുന്ന കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ കുറിച്ചുള്ള ദൈവം തെറ്റിക്കുന്ന കാര്യമാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ കേട്ടോ, ബാലാക്കിന്റെ ജനത്തെ ശപിക്കേണ്ടതിന് വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ആ ജനം വന്ന് ശപിക്കണം. എന്നിട്ട് ഓടിച്ചെന്ന ബാലാക്ക് ഈ ബിലയാം എന്ന് പറയുന്നത് പറഞ്ഞത് സാധാരണ ജനമാണെന്ന്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെയുള്ള ജനം. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പം ബാലാക്ക് പറഞ്ഞു ഒരു സാധാരണ ജനം. ശ്രദ്ധിക്കണേ. പക്ഷേ ശപിക്കാൻ വന്ന ബിലയാം പറഞ്ഞ എന്താണെന്നറിയാമോ? ഇതൊരു സാധാരണ ജനമല്ല, കാളയെ പോലെ വയലില് പുല്ലൊക്കെയും നക്കിക്കളയുന്ന അത്രമാത്രം ശക്തിയുള്ള ഒരു നമ്മളെ കുറിച്ചുള്ള പിശാചിന്റെ ഐഡിയ ദൈവം തെറ്റിക്കുക. ശ്രദ്ധിക്കണേ. അപ്പൊ ഈ പ്രവാചകൻ ഓടി വന്നിട്ട് ബാലാക്കിനോട് പറയുക, കാളയെ പോലിരിക്കുന്ന ജനമാ, എനിക്കതിന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കാളയെ പോലെ ശക്തിയുള്ളതാ. അപ്പം ബാലാക്ക് പറയുക, എത്ര കാള അങ്ങനെ ചെന്ന് കാളയുള്ള ജനമാ ചെന്ന് ശപിക്കാൻ പറഞ്ഞിട്ട് അടുത്ത് എന്താണെന്നറിയാമോ? അവൻ ബിലയാമ് ശപിക്കാൻ ചെന്ന് നോക്കിയപ്പോൾ എന്തോ ജനമാണെന്നറിയാമോ? അവിടെ ഇരിക്കുക കാളയെ പോലുള്ള ജനമല്ല, അതെന്തായിരുന്നു? പോത്തിനെ പോലെ. അങ്ങനെ വായിക്കുന്നതാ. കാട്ടുപോത്തിന് തുല്യമായി ബലമുള്ള ഒരു ജനം. ഓർക്കണം, ഒന്ന് കാളയെ പോലെ ബലമുള്ള അങ്ങനെയുള്ള ജനമാണെന്ന് പറഞ്ഞിട്ട് അതിന് ശപിക്കാൻ വന്ന വ്യക്തി പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് കാളയ്ക്ക് തുല്യമായിട്ടുള്ള ശക്തിയല്ല, ഇത് കാട്ടുപോത്തിന് തുല്യമായിട്ടുള്ള ശക്തിയുള്ളതാ. വെച്ച് നോക്കിക്കേ. അങ്ങനെ കാട്ടുള്ള ശക്തിയാണെങ്കിലും പറയാറിയാമോ? ഇത് പോലിരിക്കുന്ന ജനം. ഓർക്കണമേ, നമ്മളെ കുറിച്ച് പിശാച ഐഡിയ കണ്ടിരിക്കുന്ന ഐഡിയകളെ തെറ്റിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മളെ ഒരു അറിവില്ലാത്തവനായി, നമുക്ക് സൗന്ദര്യമില്ലാത്തവനായി, നമുക്കൊരു ഒരു കഴിവില്ലാത്തവളാന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഓർക്കണം, ദൈവം പറയുക, അത് കണ്ടതുപോലെയല്ല, ലോകം കണ്ടതുപോലെയല്ല, നിന്നിൽ ഒരു ദൈവശക്തി ഉണ്ട്. ആ ദൈവശക്തി വെളിപ്പെടും. വിശ്വാസത്താൽ പറ, എനിക്ക് വേണ്ടി പിശാചേ, മന്ത്രവാദികളെ, ആഭിചാരകന്മാര്, ലോക നേതാക്കന്മാരെ, നിങ്ങൾ കണ്ടിരിക്കുന്ന ഐഡിയ മാറ്റിക്കൊണ്ട് ഒരു ദൈവപ്പുറത്ത് വെളിപ്പെടുത്താൻ സാധിക്കും. അതെന്താണെന്നറിയാമോ? റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രകളെ മാർത്തുന്ന ചെയ്തവനായ യേശു ക്രിസ്തു ഓർക്കണം, വിളിച്ചു പറയുക, ഹേ മരണമേ നിന്റെ ദൈവയോട്, ഹേ മരണമേ നിന്റെ എന്ന് ആഘോഷിച്ച് വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തുവാണ് നമ്മുടെ നേതാവെങ്കിൽ
ലോകത്തിന്റെ നേതാക്കന്മാരും ലോകത്തിലെ വ്യക്തികളും യേശുക്രിസ്തുവിന്റെ ഒപ്പുറം ഉയർത്തപ്പെട്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതേ അഭിഷേകത്തിന്റെ ശക്തി നമ്മളിലുണ്ട്. എപ്പോഴും നമ്മളെ തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ ഞാനും വിശ്വസിക്കുന്നു അത് സംഭവിക്കും. നമ്മുടെ ഗ്രൂപ്പ് ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും, ഒരുപക്ഷെ ആൾക്കാർ കുറവാണെങ്കിലും, വലിയ വലിയ സമ്പന്നന്മാർ ഈ ഗ്രൂപ്പിലില്ലെങ്കിൽ അരവിട്ട് പോകുന്ന ദേവദാസിൽ കൂടെ ആരംഭിച്ചിരിക്കുന്ന ഈ അതിമനോഹരമായിരിക്കുന്ന ഈ വളരും. അതിനെ തളർത്താൻ ആരൊക്കെ നോക്കിയില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാ. ഉറച്ചു നിൽക്കണം. ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഉറച്ചു നിൽക്കണം. പ്രാർത്ഥിക്കണം. മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ചിലരെ കൂടെ ദൈവസന്നിധിയിലുള്ള പദ്ധതി ദൈവം വെളിപ്പെടുത്തും. അത് സംഭവിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഒരു ദൈവപ്പെട്ട് വെളിപ്പെടാൻ പോവുക. അങ്ങനെയെങ്കിലും വിഷയത്തിലേക്ക് വരിക. ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ ഒന്ന് വിശ്വസിക്കാമോ? മനസ്സിൽ തോന്നിച്ച കാര്യം കണ്ടോ? എന്താ മനസ്സിൽ തോന്നിച്ച കാര്യം? ശ്രദ്ധിക്കണം. ആ മനസ്സിൽ തോന്നിച്ച കാര്യം അവിടെ വായിക്കുന്നു. ഇങ്ങനെയാണ്. അതിനെക്കുറിച്ച് ഒന്നായിട്ട് ചിന്തയോടെ പറയാം. അവിടെ വായിക്കുന്ന ഇങ്ങനെ, നെഹമ്യാവ് ഉറങ്ങിയില്ല, രാത്രിയിൽ ഉറങ്ങിയില്ല. ദൈവം മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ നിവർത്തിക്കേണ്ടതിന് വേണ്ടി രാത്രി ഉറക്കമില്ലാതെ സഞ്ചരിക്കുന്ന നെഹമ്യാവിനെ കണ്ടോ? നെഹമ്യാവ് കയറിയ വാഹന മൃഗമല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. ശ്രദ്ധിക്കണേ. നെഹമ്യാവ് കയറിയ വാഹന മൃഗമല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. മറ്റാരും അറിയിക്കാതെ രാത്രിയിൽ ദൈവത്തിന്റെ ഭക്തൻ കിടക്കുന്ന അവകാശങ്ങളെ നോക്കി ചുറ്റി നോക്കിക്കൊണ്ട് പറയുക, ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശമാ, ഞാൻ പ്രാർത്ഥിച്ച വിഷയമാ, ഈ വിഷയത്തിൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും, അതുകൊണ്ട് ഞാൻ തളരത്തില്ല. ഈ രാത്രി മുഴുവനും ഞാൻ നോക്കും, ദൈവത്തോട് വെളിപ്പെടും, ഞാൻ അത് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നീ ഉറങ്ങാതെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഇവിടെ എന്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, ഒരു ഭക്തന്, നല്ലൊരു ഭക്തന് രാത്രി ഉറക്കം കുറവാ. ശ്രദ്ധിക്കണേ. ഒരു നല്ല ഭക്തന്, നല്ലയായ ഒരു ഭക്തിയായ വ്യക്തിക്ക് രാത്രി ഉറക്കം കുറവാ. എന്താണെന്ന് അറിയാമോ? അവരിങ്ങനെ ഇടിഞ്ഞു കിടക്കുന്ന അവകാശങ്ങളെ നോക്കും. ഏതൊക്കെ വ്യക്തികൾ, ഏതൊക്കെ കുടുംബങ്ങൾ തകരുന്നുണ്ട്. ദൈവമില്ലാതെ എത്ര കുടുംബങ്ങൾ പോകുന്നു, എത്ര വ്യക്തികൾ ദൈവമില്ലാതെ ജീവിക്കുന്നു. അവരെ നേടിയെടുക്കണം എന്നാണ് ഈ ഭക്തൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത്. രാത്രിയിൽ കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ടൊരു ഭക്തന് രാത്രിയിൽ ഉറക്കമില്ല. അതുകൊണ്ട് ഓർക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. വിശ്വാസമുണ്ടോ? കണ്ണുനീരിന് അതിന്റെ വിലയുണ്ട്. പ്രിയ ദൈവദാസിയെ, കണ്ണുനീരിന് അതിന്റെ വിലയുണ്ട്. പ്രിയ ദൈവദാസ, കണ്ണുനീരിന് അതിന്റെ വിലയുണ്ട്. അതൊരു ദൈവ പ്രവൃത്തിയായിട്ട് വെളിപ്പെടും. വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ ചേർന്ന് കണ്ണുനീരിന്റെ വിലയെ കുറിച്ച് ചെറിയൊരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് പ്രസ്താവിക്കാം. വിഷയത്തിൽ നിന്ന് മാറിയാണെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനത് പ്രസ്താവിക്കുക. കണ്ടേ, യോസഫിനെ പൊക്കിയെടുത്ത് പൊട്ടക്കുഴിയിൽ ഇട്ടല്ലോ. ഇട്ട് കഴിഞ്ഞപ്പോൾ യോസഫിനെ വിറ്റല്ലോ. വിറ്റ് വർഷങ്ങൾ കഴിഞ്ഞു. സംഭവം നമുക്കറിയാം. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് തന്റെ അപ്പന് മനസ്സിലായി. യോസഫ് ജീവിച്ചിരിക്കുന്നു. യാക്കോബിന് മനസ്സിലായി, തന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, തന്റെ മകനെ കാണണം. അങ്ങനെ ആകാംക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ തന്റെ മകനെ കാണണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന യാക്കോബിനെ കണ്ടോ? അങ്ങനെ യോസഫിന് മനസ്സിലായി, എന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ അപ്പനെ, യോസഫിനെ കാണേണ്ടതിന് വേണ്ടി അവിടെ വായിക്കുന്ന ഇങ്ങനെ, യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ അപ്പന് ചൈതന്യം ഉണ്ടായി. ആ രഥത്തിൽ കയറി മിസ്രൈമിലേക്ക് പോകുന്ന യാക്കോബിനെ കണ്ടോ? അങ്ങനെ മിസ്രൈമിൽ ചെന്നപ്പോൾ രാജത്വ പട്ടത്വമുള്ളവനായി, മന്ത്രിസ്ഥാനമുള്ളവനായി, സിംഹാസനത്തിൽ ഇരിക്കുന്ന യോസഫിനെ കണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഓടിച്ചെന്ന് വിറയ്ക്കുന്ന ശരീരമുള്ളവനായി, മങ്ങിയ കണ്ണുള്ളവനായി, ശബ്ദം ഇടറുന്ന യാക്കോബിനെ കണ്ടോ? അങ്ങനെ തന്റെ മകനായ യോസഫ് ഇപ്പോൾ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നതിൽ സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് തന്റെ മകനായ യോസഫിനെ കെട്ടിപ്പിടിച്ച്, രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ, നമ്മളെ ഭാഗം ശ്രദ്ധിച്ചു നോക്കണേ. കരയുമ്പോൾ യാക്കോ പറയുന്നത് ഇങ്ങനെയാ, മകനെ, നീ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച് ഞാൻ കരയുക. അന്ന് നീ നഷ്ടപ്പെട്ടു പോയതിന്റെ തെളിവായിട്ട് നിന്റെ അങ്കി വേണ്ട എനിക്ക് കൊണ്ടു തന്നായിരുന്നല്ലോ. ഈ അങ്കിയും പിടിച്ചോണ്ട് ഞാൻ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി, യോസഫേ, കണ്ണുനീരൊഴുക്കി യോസഫേ, ഒരുപാട് വർഷങ്ങൾ ഞാൻ കണ്ണുനീരൊഴുക്കി യോസഫേ എന്ന് മകനോട് പറയുമ്പോൾ
ആ യോസഫ് അപ്പനോട് പറഞ്ഞതിന്റെ ഭാഗം ഇങ്ങനെയാ: അപ്പൻ അന്നു മുതൽ ഒഴുകിയ കണ്ണുനീര് വെറും കണ്ണുനീരല്ല, അത് രത്നത്തുള്ളികളായിരുന്നു. ശ്രദ്ധിക്കണം, അത് രത്നത്തുള്ളികളായിരുന്നു. അങ്ങനെ ആ രത്നത്തുള്ളികളെല്ലാം കൂടെ ദൈവം വാരിക്കോരി തൂക്കി നോക്കിയപ്പോൾ അതിന്റെ വില ഈ പട്ടുസിംഹാസനമായിരുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസ സ്തോത്രം പറയാൻ പറ്റും? ഇന്നലെ രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒഴുകിയ കണ്ണുനീര് വെറും കണ്ണുനീരല്ല, അത് രക്തത്തുള്ളികളായി ദൈവം വാരിക്കോരി തന്നിട്ട് പറയും, ഇതാണ് പട്ടുസിംഹാസനം. ഈ പട്ടുസിംഹാസനം നിനക്ക് നൽകേണ്ടതിന് വേണ്ടിയാണ് ഞാൻ കണ്ണുനീരൊഴുക്കിയെങ്കിൽ ഇന്നലെ നീ കണ്ണുനീരൊഴുക്കിയ വിഷയത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ വിഷയത്തിന്റെ മേൽ, കുടുംബത്തിന്റെ വിഷയത്തിന്റെ മേൽ, ആത്മീയ വിഷയത്തിന്റെ മേൽ, ദാമ്പത്യ വിഷയത്തിന്റെ മേൽ, പ്രോപ്പർട്ടിയുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അത് സംഭവിക്കാം. ഒരു ഫറവോനിസത്തിന് തടയാൻ പറ്റുകയില്ല. ഒരു ഫറവോന്റെ നാട്ടില് മന്ത്രവാദിക്ക് തടയാൻ പറ്റുകയില്ല. അത് സംജാതമാകുന്നു. ഇന്ന് രാത്രി അത് വെളിപ്പെട്ട് വരുന്നു. അത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ രാത്രി വിശ്വാസത്താൽ ഏറ്റെടുക്കാമോ? ഒരു ദൈവത്തെ വെളിപ്പെടാൻ പോകുക. അതുകൊണ്ട് വിശ്വാസത്താൽ പറ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവമഹത്ത് ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ടച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുകയാ. ഞാനത് വിശ്വസിക്കുന്നു. അഭിഷേകത്തിന് ശക്തി വെളിപ്പെടുകയാ. എന്റെ തലമുറ ഉള്ളംകാൽ വരെ ദൈവശക്തി ഇറങ്ങുക. ചില ഞരമ്പുകൾക്ക് അസ്വസ്ഥകളാക്കി മാറ്റി, രോഗവാക്കി മാറ്റി, തളർത്തിയിടുവെന്ന് വെല്ലുവിളിക്കുന്ന പിശാചിന്റെ ശക്തിയിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ദൈവം നിനക്ക് മോചനം തരാൻ പോവുക. ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥ ഉണ്ടാക്കി നിന്റെ നെറ്റിക്കും കണ്ണിനും വേദനയാക്കി മാറ്റി, കണ്ണ് കാണാത്തതുപോലെ ആക്കി മാറ്റുന്ന, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ആക്കി മാറ്റുന്ന ചില അന്ധകാര ശക്തിയുടെ മേൽ യേശുവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുക. ഇരിക്കുന്ന സ്ഥലത്ത് അത് ദൈവത്തിന്റെ കരം ടച്ച് ചെയ്യുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ ഇപ്പോൾ ഇരിക്കുന്നത് ഒരുപക്ഷെ നിന്റെ പ്രോപ്പർട്ടിയിലല്ലായിരിക്കാം, നിന്റെ സ്ഥലത്തല്ലായിരിക്കാം, എന്നാൽ യേശുവിന്റെ കരം അവിടെ ചലിക്കാൻ തുടങ്ങുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് സംഭവിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങ് ദൂരെയായിരിക്കും നമുക്ക് അവകാശ ഭൂമി. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന വിശ്വാസമുണ്ടോ? ഒരു ദൂതോട് അതിന് ചേർത്ത് പറയാം. വേണ്ട, എറിഞ്ഞു കൊല്ലാൻ ഒരു സ്ത്രീയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. എറിഞ്ഞു കൊല്ലാന് കല്ലുമായിട്ടൊക്കെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ കൊണ്ടുവന്നത്. അങ്ങനെ എറിഞ്ഞു കൊല്ലണം. അങ്ങനെ എറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്നപ്പോ യേശു ക്രിസ്തു ആ മണ്ണിൽ എഴുതി. അവിടെ വായിക്കുന്ന എങ്ങനെയാ? ആ മണ്ണിൽ എഴുതി. വിശ്വസിച്ചേ, അവിടെ വായിക്കുന്ന എങ്ങനെയാ? എറിഞ്ഞു കൊന്ന് ആ മണ്ണിൽ ഇവളെ അടക്കണമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അതേ മണ്ണിൽ യേശു വിരൽ കൊണ്ട് എഴുതിയിട്ട് പറയുക, ഇല്ല, നീ ജീവിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ പ്രോപ്പർട്ടി, നിന്റെ അധികാരത്തിന്റെ, നമുക്ക് തന്നിരിക്കുന്ന അവകാശ ഭൂമിയിൽ ആരൊക്കെ കുതന്ത്രം ഒരുക്കിയാലും ഇന്ന് രാത്രിയിൽ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അവിടെ ഒരു വിരൽ കൊണ്ട് നമുക്ക് തൊടാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് പകരത്തിന്, നിനക്ക് പകരത്തിന് നിന്റെ അവകാശ ഭൂമിയിൽ യേശുവിന്റെ വിരൽ എഴുതാൻ തുടങ്ങുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ വിരലിനെ തടയാൻ മന്ത്രവാദിക്ക് സാധിക്കത്തില്ല. യേശുവിന്റെ വിരലിനെ തടയാൻ ലോകത്തിലെ ശക്തിക്ക് സാധിക്കത്തില്ല. ഒരു പുണ്യവാളന്മാർക്ക് സാധിക്കത്തില്ല. ഒരാഭിലാഷ ശക്തിക്ക് സാധിക്കത്തില്ല. ഇന്ന് രാത്രി യേശുവിന്റെ വിരൽ ചലിക്കുന്നു. അത് സംഭവിക്കും. അത് എഴുതും, പേരെഴുതും. എനിക്ക് വേണ്ടിയുള്ള അവകാശത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ. ഞാൻ ദൈവാത്മ നിയോഗത്തിലാ ഈ പ്രസ്താവിക്കുന്ന, ആത്മനിയോഗത്തിലാ ഞാൻ ഈ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ പറ, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുക. തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. നമുക്ക് വേണ്ടി അവകാശ ഭൂമിയിൽ ദൈവത്തിന്റെ വിരൽ എഴുതാൻ തുടങ്ങുക. ദൈവത്തിന്റെ പ്രവൃത്തി ഏർപ്പെടാൻ തുടങ്ങുക. നിന്നെ അശുദ്ധമാക്കാൻ നോക്കിയ, നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയവരുടെ മുമ്പിൽ ദൈവത്തിന്റെ വിരൽ എഴുതും. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വിരലിനെ തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. മിസ്രൈമിൽ വെച്ച് മന്ത്രവാദികൾ പറഞ്ഞത് എങ്ങനെയാ? ഇത് ദൈവത്തിന്റെ വിരലല്ലാതെ മറ്റൊന്നല്ല. ഇത് ദൈവത്തിന്റെ വിരലല്ലാതെ, ഇത് എബ്രായരുടെ ദൈവത്തിന്റെ വിരലല്ലാതെ മറ്റൊന്നല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ വിരലിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ തിരിച്ചറിയാൻ പോകുക. അത് സംഭവിക്കും. തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. വിശ്വാസത്താൽ ഏറ്റെടുത്ത് അത് സംഭവിക്കട്ടെ. അല്പശക്തിയോട് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് ദൈവമഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുന്നു. അത് സംഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവമഹത്വം വെളിപ്പെടാൻ പോവുക. എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ അത് നിറപടിയായിട്ട് നിവർത്തിക്കാൻ പോവുക. അന്ന് രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു. യെഹമ്യാവിന് രാത്രിയിൽ ഉറക്കമില്ല. അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം
ഞാൻ എന്റെ ചിന്തയിൽ പഠനത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കിണർ കണ്ടിട്ടുണ്ടല്ലോ, കിണർ വെട്ടുന്ന കണ്ടിട്ടുണ്ടോ? കിണർ വെട്ടുന്ന ഭൂമി കുഴിച്ച് അങ്ങ് അടിയിലോട്ട് ചെന്ന് അടി ചെല്ലുമ്പോൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞ് കിണർ വെട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയും വെള്ളം കണ്ടു എന്ന് പറഞ്ഞ് കയറി പോകും. എന്നാൽ കിണർ വെട്ടിച്ച വ്യക്തിയും ഈ കിണറിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിണർ വെട്ടിയ വ്യക്തി ചോദിക്കും, അച്ചായ കണ്ടോ, വെള്ളം കണ്ടോ, സൂക്ഷിച്ചു നോക്കിക്കേ. അപ്പൊ ഈ അച്ചായൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ 1-2 ഉറവാക്കണ്ണികൾ നോക്കുമ്പോൾ വെള്ളം കണ്ടു നോക്കുമ്പോൾ 2 ഉറവാക്കണ്ണികൾ മാത്രം. എല്ലാവരും പോയി, കിണർ വെട്ടിയെന്നും പറഞ്ഞ് എല്ലാവരും പോയി. പിറ്റേ ദിവസം രാവിലെ ഈ അച്ചായൻ, ഇപ്പോഴത്തെ സിസ്റ്റം അല്ല, ഇപ്പോഴല്ലേ സ്വിച്ച് ഇടുമ്പോൾ വെള്ളം വരുന്നത്, പണ്ടങ്ങനല്ലോ, വെള്ളം കോരുന്ന സിസ്റ്റം, ഈ തൊട്ടിയൊക്കെ വെച്ച് കയറും കൊണ്ട് വെള്ളം കോരുന്ന ആ സിസ്റ്റമാണ് ഇരിക്കട്ടെ. അങ്ങനെ വെള്ളം കോരാൻ ഈ കിണർ വെട്ടിച്ച അച്ചായൻ വെള്ളം കോരാനായിട്ട് തൊട്ടി കിണറ്റോട്ടിട്ട് വെള്ളം കോരാൻ തുടങ്ങുമ്പോൾ എന്റെ ചിന്ത ചെയ്തല്ല, എന്റെ ഭാവനയാണ്, കിണറ്റിനകത്തുനിന്ന് ഒരു വിളി. കിണറ്റിനകത്ത് വിളിക്കുമ്പോൾ അച്ചാൻ കിണറ്റ് താഴോട്ട് നോക്കിയപ്പോൾ ആരാ? ഇപ്പൊ കിണർ പറയുക, ഞങ്ങള് വെള്ളങ്ങളാ. എന്നാ വെള്ളങ്ങള്? ഞങ്ങൾക്കൊരു സാക്ഷിയുണ്ട്. എന്നാ സാക്ഷി? ഇന്നലെ രാത്രിയിൽ കിണർ വെട്ടിയ ഗോപാലനും കുടുംബവും സുഖമായിട്ട് ഉറങ്ങിയോ? കിണർ വെട്ടിച്ച അച്ചായനും കുടുംബവും സുഖമായിട്ട് ഉറങ്ങിയോ? പക്ഷെ ഉറവാക്കണ്ണികളെ ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഞങ്ങൾ ഇങ്ങനെ പതുക്കെ വിങ്ങി വേണ്ട ഇത്രയും വലിയൊരു ജലതടാകമാക്കി മാറ്റിയത്. അച്ചാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗ്രൂപ്പിനകത്ത് ആരൊക്കെ ഉറങ്ങിയാലും, ഏതൊക്കെ പെന്തക്കോസ് സംഘടന ഉറങ്ങിയാലും, ഏതൊക്കെ വ്യക്തികൾ ഉറങ്ങിയാലും നമുക്ക് ഉറങ്ങാൻ വ്യവസ്ഥയില്ല. കാരണം ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ദൂതൻ ദൈവദാസിയോട് വിളിച്ചു പറയുക, ദൗത്യം നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ, ദൗത്യം എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുകയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ധീരതയോടെ, ആത്മശക്തിയോടെ മുന്നേറണം, തളർന്നു പോകരുത്, ഓർത്തു നിൽക്കണം. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ആത്മശക്തിയോടെ മുന്നേറണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മശക്തിയോടെ മുന്നേറണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അത് ചെറുതല്ല. ലോകം നമ്മളെ കളിയാക്കട്ടെ, ലോകം നമ്മളെ അപമാനിക്കട്ടെ, എന്തൊക്കെ വിളിച്ചു പറയട്ടെ, പക്ഷെ ദൈവപ്രവൃത്തിയോട് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ സ്വന്തം നാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ IPCയുടെ പ്രസ്ഥാനത്തിൽ ഞാനൊരു പാസ്സായിട്ട് ഇന്നും എന്റെ സ്വന്തം ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓർക്കണം, യേശുക്രിസ്തു പോലും പറഞ്ഞു, ഒരു പ്രവാചകൻ സ്വന്തം നാട്ടിൽ മാന്യനല്ല, പക്ഷെ ദൈവം എന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മാനിക്കുന്നെങ്കിൽ വിശ്വാസത്താൽ തളർന്നു പോകരുത്, പതറിപ്പോകരുത്. സാമ്പത്തിക ഞെരുക്കം വരാം, ബുദ്ധിമുട്ടുകൾ വരാം, പരാധീനതകൾ വരാം, പതറിപ്പോകരുത്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വലുതാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വാസം തലേച്ചെടുക്കാമോ? ഞാനും വിശ്വസിക്കുന്നു, അത് ദൈവപ്രവൃത്തി നമ്മുടെ കൂടെയുണ്ട്. നെഹെമ്യാവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഓർക്കണം, കാര്യം സാധിപ്പിക്കും എന്ന് പറഞ്ഞെടുത്ത് അവരുടെ ശത്രുക്കൾ പറയുക, ഇല്ല, കാര്യം സാധിപ്പിക്കത്തില്ല. ഈ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും കല്ലുകളെ ജീവിപ്പിക്കാൻ ഈ നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് പറ്റുമോ? ശ്രദ്ധിച്ചു നോക്കിക്കേ, നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് പറ്റുമോ ഈ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും കല്ലുകളെ ജീവിപ്പിക്കാൻ എന്ന് മാത്രമാണോ പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞു, പിന്നെയും തരം താഴ്ത്തി പറഞ്ഞെന്താണെന്നറിയാമോ? ഒരു കുറുക്കൻ കയറിയാൽ ഇടിഞ്ഞു വീഴാനേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, ഒരു കുറുക്കൻ കയറിയാൽ ഇടിഞ്ഞു വീഴാനേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇല്ല, കുറുക്കന്മാര് പലതും കുതന്ത്രങ്ങൾ ഒരുക്കിയിട്ടും ദൈവത്തിന്റെ നിയോഗപ്രകാരം നെഹമ്യാവ് ആലയത്തിന്റെ പണിയും ആലയത്തിന്റെ മതിലും വാതിലും എല്ലാം പുനഃപ്രതിഷ്ഠ ചെയ്തെങ്കിൽ കുറുക്കന്മാർ പലരുണ്ടാകട്ടെ, ഇടിച്ചു കളയാൻ നോക്കുന്നവർ പലരുണ്ടാകട്ടെ, ഉരുട്ടുബുദ്ധികളുള്ളവരുണ്ടാകട്ടെ, പക്ഷെ എന്ന് ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങളെ മാറ്റാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഇന്ന് രാത്രി പ്രഖ്യാപിക്ക്, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും. കുറുക്കന്മാർ പ്രവർത്തിക്കട്ടെ. ഞാൻ ഈ ഭാഗം അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, കുറുക്കന്മാർ കയറിയാൽ ഇടിഞ്ഞു വീഴും.
ഞാൻ ആ ഭാഗം വായിച്ചപ്പോ കുറുക്കന്മാരെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ബൈബിളുണ്ട്. അത് പാരമ്പര്യ ശക്തിയായിട്ടാണ് ചില വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഞാൻ ആ ഭാഗത്തൊക്കെ പോകുന്നില്ല, ഇതൊരു പഠനമല്ലല്ലോ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞ് ആ കുറുക്കനോട് ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞില്ല. യേശുക്രിസ്തു പറഞ്ഞ് ആ കുറുക്കനോട് പറഞ്ഞേക്കാൻ. അത് തന്നെ ഓർത്തു വായിക്കേ. ഈ കുറുക്കന്മാരുടെ സ്വഭാവവും കുറുക്കന്മാരെ പിടിച്ചു കെട്ടുന്ന അനുഭവങ്ങളും നമുക്കറിയാം. ശിംശോൻ കുറുക്കന്മാരെ പിടിച്ചു കെട്ടുന്ന അനുഭവം കണ്ടോ? ശിംശോൻ അടുത്തേക്ക് ചെന്നേ, ശിംശോൻ അവിടെ കുറുക്കന്മാരെ പിടിച്ചു കെട്ടുന്ന അനുഭവം കണ്ടോ? ഓർത്തു നോക്കിക്കേ, 300 കുറുക്കന്മാരെ ഒന്നിച്ചു പിടിച്ചു കെട്ടി. ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഇന്നലെ വരെ കുതന്ത്രം ഒരുക്കിയ കുറുക്കന്മാരെ പിടിച്ചു കെട്ടേണ്ടതിന് വേണ്ടി നെഹമ്യാവിന്റെ പോലെ ഒരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് നേരെ കുതന്ത്രം ഒരുക്കുന്നവരെ പിടിച്ചു കെട്ടാനുള്ള ആത്മശക്തി നമുക്ക് കൊണ്ട് ഒരു ദൈവഹത്വം വെളിപ്പെടും. അതുകൊണ്ട് വിശ്വാസ തൽപര എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ അത് ദൈവം നടത്താൻ പോവുക. വിശ്വസിക്കാമോ? അങ്ങനെ നെഹമ്യാവ് പണിയെല്ലാം തീർത്ത് അത് പുനഃപ്രതിഷ്ഠ ചെയ്തു, മനോഹരമായ ആലയമാക്കി മാറ്റി, മതിലൊക്കെ പണിത്, അതിന്റെ വാതിലെല്ലാം തീ വെച്ച് ചുട്ടുകിടക്കുന്നതെല്ലാം പണിത് മനോഹരമാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഈ മതിലും വാതിലും ഇടിഞ്ഞു കിടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതാണെങ്കിൽ ആത്മീയാർത്ഥത്തിൽ ഈ മതിലും വാതിലും എന്താണെന്ന് ഒന്ന് വായിക്കാം. പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല, വായിച്ച് നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാൻ പോവാം. അത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 60:18. സ്തോത്രം. യെശയ്യാ പ്രവചനം 60:18. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. അക്ഷരാർത്ഥത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെയും വാതിലിനും നോക്കി കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു ഭക്തൻ അതെല്ലാം പുനഃപ്രതിഷ്ഠ ചെയ്തെങ്കിൽ ആത്മീയ അർത്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുക, എന്താണ് മതിലും വാതിലും? എന്നിട്ട് പറഞ്ഞ തന്നെ, ഇനി സാഹസം നിന്റെ ദേശത്തുണ്ടാകത്തില്ല. വിശ്വസിച്ച് ഒരു സാഹസക്കാരനും നിന്റെ തലമുറയെ തകർക്കാൻ വരത്തില്ല. ഒരു സാഹസക്കാരനും നിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വരത്തില്ല. ഇനി സാഹസം നടക്കത്തില്ല, അത് നിർത്തിക്കും. എന്നിട്ട് പറഞ്ഞല്ല, നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും, ശ്രദ്ധിക്കണം, നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേർ പറയും. ഇപ്പൊ മതിലെന്ന് പറഞ്ഞ സംരക്ഷണമാണ്. അതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞ് ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി മതില് കെട്ടി സംരക്ഷിക്കുന്ന ഒരു അനുഭവം. അങ്ങനെയെങ്കിൽ ഓർത്തു നോക്കിയേ, രക്ഷയുടെ മതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ദൈവം നമുക്ക് തരുന്ന സംരക്ഷണമാണ് ദൈവത്തിന്റെ മതിൽ, ദൈവത്തിന്റെ സംരക്ഷണം. അങ്ങനെയെങ്കിൽ ഓർത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഇന്ന് വരെ നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുന്നത് തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് പകർച്ചു കളയാൻ, ആത്മചിന്തയിൽ നിന്ന് ഇല്ലാതാക്കി കളയാൻ ശത്രുതന്ത്രം ഒരുക്കിയപ്പോൾ അവിടേക്ക് ഒരു മതിൽ പോലെ സംരക്ഷണം ചെയ്ത് നമ്മളെ നിർത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം തരുന്ന സംരക്ഷണമുണ്ട്. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്ന് പേര് പറയും. എന്ന് പറഞ്ഞാൽ വാതിൽ സ്തുതിയെങ്കിലാണെങ്കിൽ നമ്മുടെ നാവിനെ നമ്മളൊരു വാതിലായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആലയമായി ബൈബിൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാ നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആലയമായ നമ്മളിൽ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയും പാപവിധിയും യാഗവും യോഗവും ഒക്കെ നടന്ന് പല രക്ഷിക്കാനുള്ള ദൗത്യം ദിവസങ്ങൾ പൂർണ്ണമാകട്ടെ. അതായത് ഉറച്ചു നിൽക്കാം, പതറിപ്പോകാതെ ദിവസം ഉറച്ചു നിൽക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്രസംഗത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ദൈവദാസിക്കും ഈ ടീമിലെ അംഗങ്ങൾക്കും കൃതജ്ഞത അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ പോയില്ലേ? പാസ്റ്റർ എല്ലാവർക്കും വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ഓരോ ഡിവൈസിലെ പേര് പറയാം. ശ്രീകാന്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ശ്രീകാന്തിന് തക്ക ഒരു തുണയെ വേഗം കിട്ടാനായിട്ട്, മാരേജ് നടക്കാനായിട്ട്. ശ്രീകാന്ത് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. വചനം ഞാൻ കൊടുത്തിട്ടുണ്ട്, കർത്താവിനെ സ്വീകരിക്കാൻ വരുന്ന വഴി ആവുന്നതേ ഉള്ളൂ. പാസ്റ്റർ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണേ. ശ്രീകാന്ത്, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം.
കർത്താവ്, ഞങ്ങൾ പ്രിയ ശ്രീകാന്ത് സഹോദരനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവമേ, അങ്ങാണ് കൽപ്പിച്ച മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് അങ്ങാണ് കൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം പ്രവർത്തിക്കണം. ഒരു ദൈവമഹത്വം വെളിപ്പെടണം. അത് സംഭവിക്കട്ടെ. വഴികളെ തുറക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തല്ല, അവിടെ ഒരു ഉറപ്പുള്ള ജോലിയല്ല, അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അവിടെയാണ് അവന്റെ ഉറപ്പ്. അവിടെയാണ് കുടുംബമായി ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവി അവിടെയാണ്. അവിടേക്ക് ദൈവം കൊണ്ടുപോകും. ഇപ്പം നിൽക്കുന്ന ജോലി സാധ്യതകൾ അത് സ്ഥിരമല്ല. ദൈവം ഓർപ്പിക്കുന്നു, അത് സ്ഥിരമല്ല. പക്ഷെ അവിടുന്ന് ദൈവം മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അതിനു മുമ്പ് വിവാഹം നടക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. കുടുംബമായിട്ട് അവിടെ നിൽക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. അത് സംഭവിക്കും. അതിനെതിരെ തന്ത്രമൊരുക്കുന്ന സകല അന്ധകാര ശക്തികളെയും നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനിത സിസ്റ്ററിന്റെ മകൻ ഒരു ബിസിനസ്സിന് വേണ്ടി ആക്ച്വലി കുറച്ചും കൂടെ ക്യാഷ് വേണം. ആ മകൻ തകർന്നിരിക്കുവാണ്. ക്യാഷ് റെഡി ആവാത്തതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഈ മകൻ മാത്രമാണ് രക്ഷയിലേക്ക് വരാത്തത്. ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെട്ടു. അപ്പം അനിത സിസ്റ്ററിനും കുടുംബത്തിനും ആ മകന് പ്രത്യേകം വേണ്ടി പ്രാർത്ഥിക്കണേ. അനിത സിസ്റ്ററിന്റെ ഹെൽത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവേ, ആ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിക്കും. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങണം. ദൈവാത്മാവിന്റെ പ്രവർത്തി വെളിപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ചില ഉത്തരവാദിത്തങ്ങൾ യേശു ഏറ്റെടുക്കട്ടെ. കർത്താവിന്റെ കാര്യം പ്രവർത്തിക്കട്ടെ. ആ മകനായി പ്രാർത്ഥിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം കൊടുക്കണം. സാമ്പത്തിക വഴികളെ ദൈവം തുറക്കണം. യെസ്, ദൈവാത്മാവ് പറയുന്നത് എങ്ങനെയാ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും എൻ്റെ വാക്കിന് വലയിറക്കിയാൽ ഒരു വലിയ ദൈവപ്രവൃത്തി കിട്ടിയതുപോലെ അത് സംഭവിക്കാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതിനെ തടയാൻ ചില ഇരുളിന്റെ ശക്തികളുണ്ട്. പാരമ്പര്യമായിട്ട് ആൺ തലമുറയോട് പോരാടുന്ന ചില ശക്തികളുണ്ട്. അവരുടെ കുടുംബത്തിൽ ആൺ തലമുറകൾക്ക് ഗതിയില്ലാതാക്കുന്ന ചില ശക്തികളുണ്ട്. അതിന്മേൽ ദൈവത്തിന്റെ പുറത്ത് വെളിപ്പെടും. അത് സംഭവിക്കാൻ പോവുക. ആൺ തലമുറകൾ എത്ര ഉയർന്നാലും ഉയരത്തില്ല എന്ന് പറഞ്ഞ് ഒടുവിൽ ഒന്നുമില്ലാത്തതുപോലെ ഒരു പരുവത്തിന് ഒരു വല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ തന്ത്രം ഒരുക്കുന്ന ചില പാരമ്പര്യ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മത്സ്യക്കൂട്ടം കിട്ടി. അവിടെ വായിക്കുന്ന ഒറ്റ വാക്ക് ദൈവം എന്നെ ചിന്തിപ്പിക്കുന്നു. വല കീറാറായി. കീറിപ്പോയില്ല, വല കീറാറായി. ലോകം നോക്കുന്നു കീറിപ്പോയെന്നും കീറാറായെന്നും നോക്കുന്നവരുടെ മുമ്പിൽ ഇല്ല, കീറിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവപ്പ പറയുക, അതിനെ കീറിക്കളയാതെ പരിപാലിക്കാൻ കഴിവുള്ള എന്റെ തലമുറയുടെ വിഷയം അത് കീറിപ്പോയോ നഷ്ടപ്പെട്ടു പോയോ അവൻ എന്തായി തീരുമെന്ന് ഭാരപ്പെടേണ്ട. സാമ്പത്തിക ഹൃദയം തുറക്കാൻ പോവുക. ആ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോവുക. വിശ്വാസം പ്രഖ്യാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ 38 ദിവസത്തിനകം ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ ദൈവത്തിന്റെ ശക്തിക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായ 38 ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ പുറത്ത് വെളിപ്പെടും. അത് സംഭവിക്കും. അതിനുള്ളിൽ ചില പാരമ്പര്യ ശക്തികൾ തകർന്നു മാറും. അത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ആമേൻ. ലതാ ജേക്കബ് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ലതാ സിസ്റ്ററിന് വേണ്ടിയിട്ട് വിഷയം എന്താണെന്ന് എനിക്കറിയില്ല. ലതാ സിസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്റർ. കർത്താവെ, ഞങ്ങളെ പ്രിയ സിസ്റ്റർ ലതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിക്കും. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന അടിയന്തരമായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിക്കും. ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, വസ്തുവിന്റെ വിഷയത്തിന്റെ മേലോ വഴിയുടെ വിഷയത്തിന്റെ മേലോ കുതന്ത്രം ഒരുക്കിയ ശക്തിയുടെ മുമ്പിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് ഇന്ന് വരെ ജീവിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് വരെ നിർത്തിയെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെളിപ്പെടട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. ലത എന്ന് പറഞ്ഞ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടിമതിക്കാൻ അധികാരം നൽകിയ നസ്രാനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഏതോ ഒരു ശക്തി, രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഏതോ ഒരു ശക്തി. യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, യൈറോസിനോട് പറയുന്നുണ്ട്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും, നിന്റെ മകൾ രക്ഷപ്പെടും. വിശ്വസിക്കുക മാത്രം ചെയ്യുക, രക്ഷപ്പെടും. ഇന്ന് വിശ്വാസത്തെ പറ. രക്ഷപ്പെടാതിരിക്കാൻ തന്ത്രം ഒരുക്കും ചില ശക്തിയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. ചില രക്ഷപ്പെടൽ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള നിയോഗപ്രകാരം അത് സംഭവിക്കും. ഇന്ന് രാത്രിയിൽ ദൈവപ്പുറത്ത് വെളിപ്പെടുക. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ 7 ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസമെങ്കിലും ദൈവസേനയിൽ വേറിട്ടെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. അതേന്ന് പറഞ്ഞ ആ സഹോദരി അല്പം വിളിച്ചു പറയുക, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നു മുതൽ 17 ദിവസം, ആ ദിവസത്തിനകം ഒരു ദിവസമെങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്റെ ദൈവപ്പുറത്ത് വെളിപ്പെടും. പക്ഷെ സമ്മതിക്കുന്നില്ല. ശരീരത്തിലെ അസ്വസ്ഥകൾ, ബലഹീനതകളിട്ട് അസ്വസ്ഥകളിട്ട് പ്രാർത്ഥിക്കാൻ പോലും കഴിവില്ലാതാക്കുന്ന സകല പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ദൈവമഹത്വം വെളിപ്പെടുത്താനായ സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. മാത്യു ബ്രദർ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. മാത്യു ബ്രദറിന്റെ മോളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, വിവാഹത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അതാണ് പ്രാർത്ഥന റിക്വസ്റ്റ് എന്നാണ് എനിക്ക് തോന്നണേ. മാത്യു ബ്രദർ അൺമ്യൂട്ട് ചെയ്യോ? പാസ്റ്റർ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചു. മാത്യു ബ്രദറിൻ്റെ മോൾക്ക് വെളിയിലാണ്, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടും 2 കാര്യം. കർത്താവേ, ഞങ്ങൾ പ്രിയ മാത്യു ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള അച്ഛനായി പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവം പറയുന്ന ചിന്ത ഇതാണ്: മോശയെ ഞാങ്ങണപ്പെട്ടകത്തിനകത്തിട്ട് പെട്ടിക്കകത്താക്കി അവിടെ നൈൽ നദി കൊണ്ട് ഇട്ടപ്പോൾ പെങ്ങള് ദൂരത്ത് നോക്കുന്നു. ഒരു ദൂതൻ എന്നോട് ഇങ്ങനെ പറയാൻ പറയും, പെങ്ങള് ദൂരത്ത് നോക്കുന്നത് ഇങ്ങനെയാണ്: താൽക്കാലികമായിട്ട് എൻ്റെ സഹോദരൻ ഒന്ന് വിടുവിക്കാൻ ആരെങ്കിലും വന്നാൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വിടുതലല്ല, മറ്റുള്ളവരെ രക്ഷിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടോ. പെങ്ങള് പറയുന്നത് ഇങ്ങനെയാ, സഹോദരങ്ങൾ പറയുന്നത് ഇങ്ങനെയാ: അവൻ ആ വെള്ളത്തിൽ മരിച്ചു പോകും, വീണ് മരിക്കും. പക്ഷെ ദൈവം പറയുന്ന കാര്യമുണ്ട്, ഇല്ല മോശേ, നീ ആ നദിയെ അടിച്ചു കയറും, ഒരു വലിയ റോഡ് വെട്ടും, ജനലക്ഷം ആൾക്കാരെ അതിൽ കൂടെ നയിക്കും എന്നുള്ളൊരു വാഗ്ദത്തം മോശയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടെ കൊണ്ടുപോയതുപോലെ ഇന്ന് ദൈവാത്മ ദൂത് വിളിച്ചു പറയുക മറ്റ് സഹോദരന്മാരുടെ നടുവിൽ. മാത്തുച്ചാരുടെ ദൈവാത്മ ദൂത് പറയുന്നത് ഇങ്ങനെയാണ്: യോസഫിനെ തൻ്റെ സഹോദരന്മാര് 20 വെള്ളിക്കാശ് വില കൽപ്പിച്ച് തരം താഴ്ത്തിയെങ്കിൽ, സ്വത്രം, യോസഫിനെ തൻ്റെ സഹോദരന്മാര് 20 വെള്ളിക്കാശ് വില കൽപ്പിച്ച് തരം താഴ്ത്തിയെങ്കിൽ, നിന്റെ വില അത്രയേ ഉള്ളെന്ന് പറഞ്ഞെങ്കിൽ, അവരുടെ മുമ്പിൽ യോസഫിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോവുക. വിശ്വാസാൽ പറയാമോ? തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന രീതിയിൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുക. അത് സംഭവിക്കും. അതിന്മേ ദൈവപ്പുറത്ത് വെളിപ്പെടും. ഇന്ന് രാത്രി വിശ്വാസം പ്രഖ്യാപിക്ക്, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും. ആരൊക്കെ വില കിട്ടാലും, എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടിയോ ആരൊക്കെ വില കൽപ്പിച്ചാലും അതിന്റെ അപ്പുറത്തൊരു വില എന്റെ ദൈവം എനിക്ക് വേണ്ടി കൽപ്പിക്കുന്നു. അത് സംഭവിക്കും. വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുന്നു. അത് നേടിയെടുക്കാം. ദൈവം കർത്താവെ അനുഗ്രഹിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആർക്കും ഇനി പ്രാർത്ഥിക്കാനില്ലല്ലോ, നമുക്ക് ആശീർവാദം പറയാം. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ദിസ് മീറ്റിംഗ്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കർത്താവ് നമുക്ക്